എന്റെ മോൾ എവിടെ? എന്താ ദുർഗ, എന്താ കാര്യം? എന്ത് പറ്റി എന്റെ ധ്വനിമോക്ക്? ചേച്ചി, രാവിലെ ധ്വനി ക്ലാസ്സിലിരിക്കുന്നത് എല്ലാവരും കണ്ടതാ. പിന്നെയാ കാണാതായത്. അയ്യോ, എന്റെ മോൾ എവിടെ പോയി? എന്റെ മോള് മോളെ കാണാതതിന് കാരണം യവനാ. ആളെ വിട്ടവൻ കൊച്ചിനെ മാറ്റിയതായിരിക്കും. പൃഥ്വി, കാര്യം അറിയാതെ ഓരോന്ന് വിളിച്ച് പറയരുത്. ഞങ്ങൾ വന്ന സമയത്താ ചേട്ടന് വന്നത്. അത് കഴിഞ്ഞാ മോളെ കാണാതായ കാര്യം അറിയുന്നത് തന്നെ. അതൊക്കെ ഇവന്റെ അടവല്ലേ? നിനക്കറിയാം, നിന്നെ കൊണ്ട് പറയിക്കാൻ പറ്റുമോ? ഞാൻ നോക്കട്ടോ. എന്റെ കുഞ്ഞിനെ ഞാൻ എന്തെങ്കിലും ചെയ്തെന്ന് പറഞ്ഞാ ഞാൻ പറയിക്കാം. ബാക്കിയെല്ലാം ഞാൻ സഹിക്കും. എന്റെ കുഞ്ഞിനെ ഞാൻ എന്തെങ്കിലും ചെയ്തെന്ന് പറഞ്ഞാ ഇത്രയും നാള് എന്നെ പലതും പറഞ്ഞിട്ടും ചെയ്തിട്ടും ഞാൻ പ്രതികരിക്കാതിരുന്നത് എന്റെ മോൾക്ക് വേണ്ടിയിട്ടാണ്. എന്നിട്ടിപ്പോ നീ എന്നെ എന്ത് ചെയ്യണം? എന്ത് ചെയ്യും? പൃഥ്വി, നീ എന്തായി കാണിക്കുന്നത്? സിറ്റുവേഷൻ മനസ്സിലാക്കി പെരുമാറും. നീ ഈ സിറ്റുവേഷനിൽ ഇവനോട് ഇങ്ങനെ പെരുമാറാൻ പറ്റുള്ളൂ. വേണ്ട, നിന്റെ അറിവുകളും രീതികളും വെച്ച് എന്നെ അളക്കാൻ നിൽക്കണ്ട. നീ എന്താണെന്നും നിന്റെ പ്രവൃത്തി എന്താണെന്നും നന്നായിട്ട് അറിയുന്ന ആളാണ് ഞാൻ. എനിക്ക് എന്റെ മോളെ വേണം. ഇങ്ങനെ കിടന്ന് തമ്മിത്തല്ലാതെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അവളോട് സ്നേഹം ഉണ്ടെങ്കിൽ അവളെ പോയി കണ്ടുപിടിച്ചോണ്ടാ. ആ താരയോട് പോയി ചോദിച്ചു നോക്ക്. അവൾക്ക് വേണ്ടത് കിട്ടാനേ ഇവൻ വഴിയൊരുക്കുകയാണെന്ന് അറിയില്ലല്ലോ. അങ്ങനെ ഒരു കാര്യം താര ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾ ഇവന്റെ ഭൂമിയിൽ ഉണ്ടാവില്ല. എന്റെ കുഞ്ഞിനെ ഞാൻ തന്നെ കെട്ടിപ്പിടിച്ചു കൊണ്ടുവരും. താര അങ്ങനെ ചെയ്യാൻ സാധ്യത കുറവാ. അതെ, സഞ്ജയ് ചേട്ടനെ അവൾക്ക് നന്നായി അറിയാവുന്നതാ. ധ്വനിമോൾ എന്തെങ്കിലും ചെയ്താ പിന്നെ അവൾക്ക് നിലനിൽപ്പുണ്ടാവില്ല. ആ രീതിയിലാവും ചേട്ടൻ പ്രതികരിക്കാന്ന് അവൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ.